മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചെറുതല്ലാത്ത ഒരു വലിയ കാര്യം തന്നെയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും മറ്റ് പല ഉപവകുപ്പുകളുടെയും ബ്രാക്കറ്റുകളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണുകയും സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സിസ്റ്റർ അത്തരമൊരു പ്രവർത്തനം ഏറ്റെടുത്ത് ഭംഗിയായി മറ്റെല്ലാം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് നടത്തുന്നു. സിസ്റ്റർക്ക് ഈ ഇടം മാനവേദിയുടെ ഓണക്കിറ്റ് വിതരണവും ലഹരി വിരുദ്ധ സെമിനാറും നടക്കുന്ന ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഒറ്റപ്പാലം എക്സൈസ് വകുപ്പ്, അദ്ദേഹമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ദീർഘമായൊരു യാത്ര, പ്രതികൂല കാലാവസ്ഥ ഇതെല്ലാം മറികടന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുക തന്നെ ചെയ്തു. അദ്ദേഹത്തെ ഹൃദയാർദ്രമായ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ അധ്യക്ഷൻ ശ്രീ സുരേഷ്, ഓരോരുത്തർക്കും അറിയാം, ഇടത്തിൻ്റെ ഓരോ പരിപാടിയുടെയും സജീവ പ്രവർത്തകനാണ്. മറ്റ് ഇടത്തിൻ്റെ സംഘാടകർ, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാർ. ഇടം മെയ് 26-ന് വൈശാഖൻ മാഷും ശ്രീ ചേറ്റൂരും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 500ഓളം പേര് വരുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ സമക്ഷം ഈ നാടിനെ സമർപ്പിക്കുകയുണ്ട്. ഓണം ഉണ്ണാൻ കഴിയുന്ന ഒരു നല്ല നാളുകൾ നമുക്കുണ്ടാകണമെന്ന് തന്നെയാണ് ഇടം മാനവേദിയും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും രാജ്യത്ത് ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വേദിയിലിരിക്കുന്ന സദസ് വ്യക്തികളും സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തികളും ഇത്തരം നല്ലൊരു പ്രവൃത്തി നടത്തുന്നത് നല്ലൊരു കാര്യമാണ്. നമ്മൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാൻ വഴിയില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഓണക്കാലങ്ങളിൽ ഓണക്കിറ്റ് കൊടുക്കുന്നത് എത്രയും നല്ലൊരു പ്രവൃത്തിയാണ്. ചെയ്യുന്നതായി ഞാൻ ഉണ്ടാക്കുന്നു. ഇവിടെ ഈ ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യുക ഇടം മാനവവേദിയുടെ പ്രസിഡന്റ് അധ്യക്ഷനായ സുഹൃത്ത് സുരേഷ്, എൻ്റെ സെക്രട്ടറി, ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സിസ്റ്റർ ഉമ, അതുപോലെ തന്നെ സദസ്സിലുള്ള സഹോദരി സഹോദരന്മാർ. നമ്മുടെ രാജ്യം തന്നെ അത്തരം ഒരു ഭവിഷ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല ഭീകര പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ നാട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ഒരു നാടാണ് കേരളം എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുള്ള പ്രധാന ആദ്യം നമ്മളെക്കാളും മുൻപേ ഏറ്റവും കൂടുതൽ മദ്യപിച്ചൊരു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബിലാണ്. ആ പഞ്ചാബ് കഴിഞ്ഞ് പഞ്ചാബിനെ നമ്മൾ പുറകോട്ട് തള്ളി ഇപ്പൊ കേരളമാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. കേരളം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ രക്ഷിതാക്കളെ പോലെ കുട്ടികളുമായി സമ്പർക്കമുള്ള അധ്യാപകർക്ക് അത്തരം കുട്ടികളെ തള്ളിക്കളയാൻ പറ്റിയില്ല. അവരാ കുട്ടികളെ വാച്ച് ചെയ്തു. എന്താ മനസ്സിലാക്കിയത്? കുട്ടികളെ പിടിച്ച് കാര്യങ്ങൾ ചോദിച്ച് ബോധ്യപ്പെട്ട് അവര് സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ രക്ഷിതാവ് മദ്യപിക്കും എന്ന് കണക്കാക്കുക. വീട്ടിൽ എങ്ങനെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ പടിയിലൊക്കെ പിടിച്ച് മെല്ലെ കയറി വരും. വന്നു കഴിഞ്ഞാൽ മുറ്റത്ത് വന്ന് നന്നായിട്ട് ഇങ്ങനെ നിന്നിട്ട് എങ്ങനെയാ പിന്നാലെ ഒന്ന് കൈ കെട്ടണം, അല്ലെങ്കിൽ ബാലൻസ് തെറ്റും. നമ്മുടെ അതൊക്കെ ശാസ്ത്രീയമായ ഒരു കാര്യമാണ്. കയ്യിൻ്റെ ബാലൻസ് പുറകോട്ട് വെക്കുമ്പോൾ നമ്മുടെ ബാലൻസ് ഒന്ന് ക്ലിയർ ആവും. അപ്പോൾ കാലൊക്കെ ഒന്ന് പരത്തി വെച്ചിട്ട് ഇങ്ങനെ നിന്ന് തലയൊക്കെ നിന്നിട്ട് എങ്ങനെ നോക്കണ്? ഇങ്ങനെ നോക്കും അവർ. ഈ കണ്ണിൻ്റെ മേലെ കൂടെയാണ് നോക്കുന്നത്. സ്വാഭാവികമായിട്ട് കണ്ണിൻ്റെ മേലെ കൂടെ നോക്കിയാൽ ഒരാളെ രണ്ടാളായിട്ട് കാണാം. അത് ആർക്കും മദ്യപിക്കൊന്നും വേണ്ട, എല്ലാവർക്കും കാണാവുന്ന ഒരു കാര്യമാണ്. മറിച്ച് മദ്യപിച്ച ഒരാളാണ് ഇങ്ങനെ നന്നായി നോക്കിയ ഒരാളെ രണ്ടാളായി കാണാൻ വലിയ പ്രയാസമില്ല. നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ഡോക്ടറും മലമ്പുഴ PHSCയിലെ ഡോക്ടറുമായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഇടം മാനവവേദിയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഡോക്ടർ ബിജു സാറ് ഒരു 2 വാക്ക് സംസാരിക്കും. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതേപോലെ തന്നെ നല്ല ഈ ലഹരി വിരുദ്ധത്തിനെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇന്നിപ്പോൾ ഇവിടെ ഓണക്കിറ്റ് വിതരണം എല്ലാ ഓണക്കാലത്തും പല സ്ഥലങ്ങളിലും പല രീതിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അത് ധോണി നിവാസികൾക്കും അതൊരു ഉപകാരപ്രദമായ രീതിയിൽ നടത്താൻ
സാധിച്ചു. ഇതിൻ്റെ സംഘാടകരായ ഇടം മാനവിക വേദിയുടെ അടുത്തായിട്ട് നമ്മുടെ ഇടം മാനവിക വേദിയുടെ ആരോഗ്യ സാംസ്കാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നമ്മുടെ പ്രദേശത്തിൻ്റെ ഇപ്പോൾ അഭിമാനമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്താൻ അത് ഉതകുകയും ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ഗ്രാമത്തിൽ പഠിച്ച് വളർന്ന് പുറത്തു പോയി പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാടിന് പ്രചോദനപരമാകുന്ന തരത്തിൽ ഒരു പൊതുസ്ഥാപനം തുടങ്ങുകയും അത് നമ്മുടെ നാടിനും പ്രദേശത്തിനും അഭിമാനകരമായി ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന ലീഡ് കോളേജിൻ്റെ MD സാറുണ്ട്. സാറ് രണ്ടു വാക്ക് സംസാരിക്കും. വേദിയിലിരിക്കുന്ന ഇഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരങ്ങളെ, ഓണമനുബന്ധിച്ച് ഇടം മനവേദി ഇങ്ങനൊരു നല്ല കാര്യം അറേഞ്ച് ചെയ്യുന്നു, ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന് ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും അതിലൊരു ഭാഗമാണ്. അതിലത്തെ എല്ലാ മെമ്പേഴ്സിനെയും ആദ്യം തന്നെ ഞാൻ ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. ഇങ്ങനൊരു പരിപാടി വെച്ചപ്പോൾ അതിലേക്ക് വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ ഇതൊരു മാനവവേദി തന്നെ ആവട്ടെ, ഇവിടുത്തെ എല്ലാ അർത്ഥത്തിലും ധോണി വളരട്ടെ, എല്ലാവരും കൂടെ ഒന്ന് കൈയോർത്ത് നമുക്ക് ഏറ്റവും മുന്നിലോട്ട് പോട്ടെ, വ്യത്യാസങ്ങളില്ലാത്ത ഓണം പണ്ടെങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. മാനവിക വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും താലൂക്ക് ഡെപ്യൂട്ടി സർവേയറുമായിട്ടുള്ള ഒറ്റപ്പാലം താലൂക്ക് ഡെപ്യൂട്ടി സർവേയറുമായിട്ടുള്ള ശ്രീ ചന്ദ്രശേഖരൻ സാറ് ആശംസ സംസാരിക്കും. തോണി നിവാസികളെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ഈ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ സാർ നടത്തിയ പ്രഭാഷണത്തിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ആരുടെയും വീടുകളിൽ മദ്യം ഉണ്ടാകാതിരിക്കട്ടെ, അവരത് ഉപയോഗിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കാം. ഇടം സംസ്ഥാനങ്ങൾ വളർത്തിയെടുത്ത ഒരു സംസ്കാരവും വിദ്യാഭ്യാസ ശൈലിയും നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമ്മളൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ സഹോദരങ്ങൾ, അമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങള്, കൂടാതെ ഈ നാട്ടിലെ ആളുകൾ എല്ലാവരുമുണ്ട്. അവർക്കൊക്കെ തുടർന്നുള്ള ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ പ്രവർത്തകർക്ക്, ഇടത്തിന്റെ മാനവികതയുടെ പ്രവർത്തകരിലെ എല്ലാവരുടെയും മനസ്സിൽ, ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ നിങ്ങൾക്കും ഒരു ഇടമുണ്ടാകണം. അതിനുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമുക്ക് ഈ ഓണത്തിന് ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുടർന്നും പല പരിപാടികൾ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കൂടിയവർക്ക് എല്ലാവർക്കും ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള വിക്ടോറിയ കോളേജിലെ പ്രൊഫസറും നമ്മുടെ ഇടം മാനവികതയിലെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയായിട്ടുള്ള ഡോക്ടർ. സന്തോഷമുണ്ട്. ഈ ഓണം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വളരെ പെട്ടെന്ന് ഇടം മാനവിക വേദിയുടെ ഇവിടെ വന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഉമാ സിസ്റ്റർ അവർക്ക് എൻ്റെ പേരിലും ഇടത്തിൻ്റെ പേരിലും ആദ്യമായി നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഗൗരവമായ രീതിയിൽ തന്നെ അധികം എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെ ഒരു ക്ലാസ് എടുത്തിരുന്ന ശ്രീ കൃഷ്ണ സാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിനും എൻ്റെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഈ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി തന്ന ശ്രീമാൻ തോമസ് സാറിന്, ലീഡ് കോളേജ് MD തോമസ് സാറിന് എൻ്റെ പേരിലും ഇടത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി ഈ കോരിച്ചൊരിഞ്ഞ മഴയത്തും ഇവിടെ വന്ന് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അതിനുശേഷം ഇവിടെ വളരെ സംയമനത്തോടെ ഇരിക്കുകയും ഞങ്ങളുടെ ഈ പരിപാടി വിജയിപ്പിക്കുകയും ചെയ്ത നല്ലവരായ എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ പേരിലും ഇടത്തിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.